ഇന്നത്തെ റെസിപ്പി നമുക്ക് അരിപ്പൊടി വെച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ഡിന്നർ ഐറ്റം ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ്. കറിയൊന്നും വേണ്ട, ഇതിന് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഐറ്റമാണിത്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ എടുത്തത് പച്ചരിൻ്റെ പൊടിയാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഏത് പൊടിയാണെങ്കിലും എടുക്കട്ടോ. പത്തലിൻ്റെ പൊടിയോ റോട്ടിപ്പൊടിയോ ഇടിയപ്പത്തിൻ്റെ പൊടിയോ എന്ത് വേണമെങ്കിലും എടുക്കാം. ഇതിലേക്ക് വേണ്ട ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1.5 കപ്പ് വെള്ളമാണ് വേണ്ടത്. 1 കപ്പ് പൊടിക്ക് 1.5 കപ്പ് വെള്ളം വേണം. ഞാനിപ്പം പത്തിരിൻ്റെ പൊടി ആയതുകൊണ്ട് ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. പത്തലിൻ്റെ പൊടിയോ റൊട്ടിപ്പൊടിയൊക്കെ ആണെങ്കിൽ നോർമൽ വാട്ടർ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. വെള്ളം പൊടിൻ്റെ എല്ലാ വശത്തും എത്തത്തക്ക വിധത്തിൽ വേണം ഒഴിച്ച് കൊടുക്കാൻ. ഇനിയിപ്പോൾ ഇതൊന്ന് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുക്കണേ. അപ്പോഴേക്കും നമുക്കൊരു അരപ്പ് റെഡിയാക്കി എടുക്കട്ടോ. ഈ മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് കറക്കിയെടുക്കണേ. ഇനി ഇതൊന്ന് പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കട്ടെ. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം. കുറച്ചൊരു എണ്ണ കയ്യിൽ തടവിയിട്ട് ഇതൊന്ന് ഉരുട്ടിയെടുക്കട്ടെ. ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കണം. ഒരുപാടങ്ങ് വലിപ്പത്തിലുള്ള ബോൾസ് ആക്കണ്ട കേട്ടോ. ഈ ഒരു പാത്രത്തിൽ കുറച്ചൊരു എണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. ദാവിയിൽ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഒട്ടി പിടിക്കൊന്നുമില്ല കേട്ടോ. വെന്ത് കഴിയുമ്പോൾ വേറിട്ട് നിൽക്കും കേട്ടോ. എന്നിട്ട് 10 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കണം. അപ്പോഴേക്കും നമുക്കൊരു ചമ്മന്തി റെഡിയാക്കി എടുക്കട്ടോ. ഇനി മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കട്ടോ. അരിപ്പൊടിയുടെ അളവിൽ തന്നെ തേങ്ങ എടുക്കണം. 2 ചെറിയുള്ളി, 6 അല്ലി വെളുത്തുള്ളി, കുറച്ചൊരു വേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി. ഇതിലേക്ക് വേണ്ട ഉപ്പും ചേർത്ത് കൊടുക്കട്ടോ. ഒന്ന് കറക്കിയെടുക്കട്ടോ. അപ്പോൾ ഇത് അങ്ങനെ കറക്കിയെടുത്തതാണ്. അപ്പോൾ ഇത് നമ്മൾ പിടികളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഈ പാനിലേക്ക് കുറച്ചൊരു വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ചൊരു കടുകിട്ട് പൊട്ടിക്കട്ടോ. ഇതിലേക്ക് കുറച്ചൊരു വേപ്പിലയും ഒരു 4-5 വറ്റൽമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച ചമ്മന്തി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വേവിച്ച് വെച്ച പിടികൾ ചേർത്ത് കൊടുക്കട്ടെ. പിടികളൊന്നും ഒട്ടി പിടിച്ചിട്ടില്ല കേട്ടോ. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണേ. ആ ചമ്മന്തിയൊക്കെ പിടികളിൽ പിടിച്ചിരിക്കണം. ആ ഒരു വിധത്തിൽ വേണം ഇളക്കി കൊടുക്കാൻ. ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ഈ സ്റ്റേജിൽ ചേർത്ത് കൊടുക്കട്ടെ. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ ചമ്മന്തി പിടികളിലൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് അടച്ച് വെച്ചിട്ട് 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ പണി. ഇത് കുട്ടികളുടെ ടിഫിൻ ബോക്സിലൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റിയ ഒന്നാണ്. എന്നും നമ്മൾ ഒരേപോലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറൊക്കെ കഴിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് മാറ്റി ഉണ്ടാക്കി നോക്കണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.